ഹായ് ഫ്രണ്ട്സ്, ശാസ്ത്രവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിന്ന് വന്നിട്ടുള്ളത് ജറബറയുടെ കുറച്ച് നല്ല കളക്ഷൻസ് നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട്. ഒരു 10-12ഓളം കളേഴ്സ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ എല്ലാ സീസണിലൊന്നും നമുക്ക് ജറബറ പ്ലാന്റുകൾ കിട്ടാറില്ലല്ലോ. അപ്പോൾ ചില ആളുകളൊക്കെ പറയാറുണ്ട് ജറബറ പ്ലാന്റുകൾ വേണമെന്ന് എപ്പോഴും എനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്. അപ്പോൾ വരുമ്പോൾ അറിയിക്കണം എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കങ്ങനെ കുറേ ആളുകളൊന്നും ഇങ്ങനെ നോട്ട് ചെയ്തിട്ട് പറയാൻ പറ്റില്ലല്ലോ, കുറേ മെസ്സേജസ് വരുന്നല്ലേ. അപ്പോൾ ഞാൻ അവരോട് പറയാറുണ്ട് വരുന്ന സമയത്ത് വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തും. അപ്പോൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യണം. ഒരു 12 കളേഴ്സാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമുക്ക് സെയിലിനുള്ള സമയത്ത് 3 തൈകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം 2 തൈകളുള്ള പ്ലാന്റാണ്. പിന്നെ ഫ്ലവർ അന്നത്തേനേക്കാളൊക്കെ ഫ്ലവറിന് നല്ല വലിപ്പമുണ്ട് കേട്ടോ. നല്ല രീതിയിൽ ഫ്ലവേഴ്സ് നല്ല വലിപ്പം വെക്കുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ അത്. അപ്പോൾ 12 കളേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ഇൻസ്റ്റാ പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്യണം. അതുപോലെ തന്നെ ഫേസ്ബുക്കും കൂടെ ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ. കാരണം നമ്മൾ പുതിയ അപ്ഡേഷനൊക്കെ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെയാണ് കേട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്യാറുള്ളത്. ഇതാണ് നമ്മുടെ ആദ്യത്തെ പ്ലാന്റ്, ഡാർക്ക് റെഡാണ് കേട്ടോ. അപ്പോൾ ഈ റെഡിൻ്റെ പ്രത്യേകത എന്താ പറയുക, 4 തരം റെഡ് ഉണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ. എല്ലാ റെഡിനും ചെറിയ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഈ റെഡിൻ്റെ പ്രത്യേകത ഇങ്ങനെ ഫ്ലവേഴ്സ് നല്ല രീതിയിൽ വിരിഞ്ഞാണ് ഇരിക്കുന്നത്. ഒരു കട്ട ചുമപ്പ് അതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് പ്ലാന്റുകൾ മാത്രമാണ് നമുക്കിപ്പോൾ ഉള്ളൂ. അപ്പോൾ ആദ്യത്തെ റെഡ് ഇതാണ് കേട്ടോ. കണ്ടോ, അത്യാവശ്യം നല്ല ഹെൽത്തി ആയ പ്ലാന്റാണ്. അധികം പ്ലാന്റിനകത്തും ഈ 2 തൈകളുണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം, 10 പ്ലാന്റ് എടുക്കുന്നവർക്ക് ഒരു പ്ലാന്റ് ഫ്രീ ആയിട്ട് നമ്മൾ തരുന്നതാണ്. 10 പ്ലാന്റ് തന്നെ എടുക്കണം കേട്ടോ. അങ്ങനത്തെവർക്ക് മാത്രമാണ് ഒരു പ്ലാന്റ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു റെഡ് ഇതാണ് കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ പ്ലാന്റ് ഇതാണ് കേട്ടോ. നല്ല ഡാർക്ക് റെഡാണ്. ഡാർക്ക് റെഡ് എന്ന് പറഞ്ഞാൽ ബ്ലഡിൻ്റെ കളറുള്ള ഒരു റെഡാണ് കേട്ടോ ഇത്. അപ്പോൾ ആ ഒരു റെഡും ഈ ഒരു റെഡും ഒരുമിച്ച് വെക്കുമ്പോൾ നല്ല ഡിഫറെൻ്റ് ഉണ്ട്. പക്ഷേ എല്ലാം കൂടെ നമ്മളിങ്ങനെ നോക്കുകയാണെങ്കിൽ ഒക്കെ റെഡായിട്ടാണ് തോന്നുക. അപ്പോൾ ഇതാണ് കേട്ടോ രണ്ടാമത്തെ റെഡ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ മൂന്നാമത്തെ റെഡ്. ഈ റെഡിൻ്റെ പ്രത്യേകത എന്താ പറയുക, ഒരു ലൈറ്റ് റോസ് കളറിലൊരു റെഡാണ് കേട്ടോ. അല്ല, ഇതിനകത്താണെങ്കിൽ കുറേ ഫ്ലവേഴ്സ് ഉണ്ട്. അങ്ങനത്തെയാണ് മൂന്നാമത്തെ റെഡ്. ഇതാണ് കേട്ടോ നമ്മുടെ നാലാമത്തെ റെഡ്. നല്ല മെറൂണിഷ് കളറിന് റെഡാണ്. ഒരു ബ്ലാക്ക് കളർ കയറി വന്നിട്ടുണ്ട്. അതാണ് നമ്മുടെ നാലാമത്തെ റെഡ് കേട്ടോ. അപ്പോൾ ഈ പ്ലാന്റുകളൊക്കെ നിങ്ങൾ കുറച്ച് വലിയൊരു പോട്ടിൽ തന്നെ വേണം പോട്ട് ചെയ്ത് വെക്കാൻ. അപ്പോൾ അതിനകത്ത് കുറച്ച് മണലും പിന്നെ എന്താ പറയുക കുറച്ച് ചാണകപ്പൊടിയും മണ്ണും ഒക്കെ ഇട്ടിട്ടുള്ളൊരു മിശ്രിതത്തിലാണ് നമ്മൾ നടേണ്ടത്. അങ്ങനെ വലിയൊരു പോട്ടിൽ വെച്ച് നട്ട് കുറച്ച് ഹെൽത്തി ആയി കഴിയുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ കളറും ഭംഗിയും നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഇതിപ്പോൾ ചെറിയൊരു പോട്ടിൽ സെയിലിന് വേണ്ടിയിട്ട് റെഡി ആയിട്ടുള്ള എല്ലാ ഹെൽത്തി ആയ പ്ലാന്റുകളാണ് കേട്ടോ. കണ്ടോ, ഇതിൻ്റെ അകത്ത് റൂട്ടുകളൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ ഹെൽത്തി ആയ പ്ലാന്റുകളാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാണ് നമ്മുടെ 5ാമത്തെ കളർ കേട്ടോ. 5ാമത്തെ കളർ യെല്ലോയും റോസും കളർ കോമ്പിനേഷൻ വരുന്ന പ്ലാന്റാണ് കേട്ടോ. ഇതിൻ്റെ പ്രത്യേകത ഫ്ലവേഴ്സ് കുറച്ചധികം വിരിഞ്ഞിട്ടുണ്ട്, അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ 5ാമത്തെ പ്ലാന്റ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ 6ാമത്തെ കളറ്. ഇതിൽ ഒരു യെല്ലോയും റെഡും കളർ കോമ്പിനേഷൻ വരുന്ന പ്ലാന്റാണ്. എല്ലാത്തിനും ചെറിയ മാറ്റങ്ങളുണ്ട് കേട്ടോ. എന്തായാലും ഡിഫറെൻറ്റ് പ്ലാന്റ് തന്നെയാണ്. ഇതും 6ാമത്തെ പ്ലാന്റ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ 7ാമത്തെ കളറ്. ലൈറ്റ് യെല്ലോ ആണ് കേട്ടോ. ലൈറ്റ് യെല്ലോയാണ്. കണ്ടോ, നല്ല ഹെൽത്തി ആയ പ്ലാന്റ് തന്നെയാണ്. 2 തൈകളൊക്കെ ഉള്ള നല്ല ഹെൽത്തി ആയ പ്ലാന്റാണ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ 8ാമത്തെ പ്ലാന്റ്. അതിൽ നിന്നും കുറച്ചും കൂടെ ഡാർക്കായിട്ടുള്ള യെല്ലോ ആണ് കേട്ടോ. ഒക്കെ നല്ല ഡിഫറെൻ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ 8ാമത്തെ പ്ലാന്റ്. ഇനി ഫ്ലവറിന് നല്ല വലിപ്പമുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ 9ാമത്തെ പ്ലാന്റ്. ഇതാണ് യെല്ലോ ആണ് കേട്ടോ. ഡാർക്ക് യെല്ലോ ആണ്. മറ്റേത് ഇതിൻ്റെ മുന്നത്തെ ഇതിനേക്കാളും കുറച്ചും കൂടെ വലിപ്പമുണ്ട്. അതിൻ്റെ കുറച്ച് വലിപ്പം ഫ്ലവറിന് കുറവുള്ളൂ. അങ്ങനെ ഡാർക്ക് യെല്ലോ. അപ്പോൾ അതാണ് നമ്മുടെ 9ാമത്തെ പ്ലാന്റ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ 10ാമത്തെ പ്ലാന്റ്. ഒരു ഓറഞ്ചാണ് കേട്ടോ. ഈ ഓറഞ്ചിന് കുറച്ച് ഫ്ലവറിന് വലിപ്പമുണ്ട്. അതാണ് 10ാമത്തെ പ്ലാന്റ്. അപ്പോൾ 11ാമത്തെ ഓറഞ്ച് ഇതാണ് കേട്ടോ. ഇത് ഞാൻ ആദ്യത്തിൻ്റെ അത്ര ഫ്ലവറിന് വലിപ്പമല്ല, എന്നാൽ തണ്ടുകൾക്ക് കുറച്ച് വലിപ്പമുണ്ട്. ഇങ്ങനെ ഒരു പ്രത്യേക ഷേപ്പായിട്ടുള്ളതാണ് 11ാമത്തെ ഓറഞ്ച് കേട്ടോ. അപ്പോൾ നമ്മുടെ 12ാമത്തെ ഓറഞ്ച് ഇതാണ് കേട്ടോ. ഡാർക്ക് ഓറഞ്ചാണിത്. അപ്പോൾ ഇതാണ് നമ്മുടെ 12ാമത്തെ ഓറഞ്ച്. ഇതാണ് കേട്ടോ നമ്മുടെ 13ാമത്തെ പ്ലാന്റ്. വൈറ്റാണ്, പ്യുവർ വൈറ്റാണ് കേട്ടോ. വൈറ്റിൻ്റെ ഒരു 2-3 പ്ലാന്റുകൾ മാത്രമേ നമുക്കിപ്പോൾ ഉള്ളൂ. അങ്ങനെ 13 കളേഴ്സാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇന്നത്തെ വിശേഷം ഇതൊക്കെയാണ്. അപ്പോൾ ഇതുകൂടാതെ തന്നെ നമുക്ക് നല്ല അടിപൊളി ഡബിൾ കളേഴ്സിലെ അടിപൊളി ഡാലിയ പ്ലാന്റും ഒരുപാട് ബിഗോണിയ പ്ലാന്റുകളുണ്ട്. ബിഗോണിയയുടെ മദർ പ്ലാന്റും ചെറിയ പ്ലാന്റും മീഡിയം സൈസ് പ്ലാന്റുകളൊക്കെ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. പ്ലാന്റുകളൊക്കെ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? അപ്പോൾ പ്ലാന്റ് വേണ്ടവർ എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യണം. എൻ്റെ നമ്പർ ഞാനില്ല സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. എത്രയും പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യണം. വളരെ ലിമിറ്റഡ് സ്റ്റോക്ക് പ്ലാന്റുകൾ മാത്രമാണ് നമുക്കിപ്പോൾ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം. അപ്പോൾ ഇൻഷാ അല്ലാ വീണ്ടും ഞാൻ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ ദെൻ ബൈ.